ഹായ് ഹലോ, ഇതെല്ലാം നമ്മൾ സ്റ്റോറിൽ പുതിയതായിട്ട് അപ്ഡേറ്റ് ചെയ്തിട്ടുള്ള ഡിസൈനർ സൽവാർ സെറ്റ്സ് ആണ്. അപ്പം നമുക്ക് ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഫസ്റ്റ് വരുന്നത് ഈ ഒരു കോഫി ബ്രൗൺ ഷെയ്ഡിലുള്ള സൽവാർ സെറ്റ് ആണ്. ഇത് നമ്മൾ ഫോയിൽ ചന്തേരി മെറ്റീരിയലാണ് ചെയ്തിട്ടുള്ളത്. സ്ലീവ്സിൽ ഇതേപോലെ നമ്മൾ ഹെവി ആയിട്ട് കോൺട്രാസ്റ്റ് ആയിട്ടുള്ള ഒരു ഹാൻഡ് വർക്ക് ഡീറ്റെയിലിംഗ് ആഡ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ നെക്കിലും നമ്മൾ ഹാൻഡ് വർക്ക് ഡീറ്റെയിലിംഗ് ആഡ് ചെയ്തിട്ടുണ്ട്. ദുപ്പട്ട നോക്കുകയാണെങ്കിൽ നമ്മൾ ഇതേപോലത്തെ ഒരു ബൂട്ട വർക്കും പിന്നെ ലൈൻസും ആണ് ഫോർ സൈഡ് ആഡ് ചെയ്തിട്ടുള്ളത്. നെക്സ്റ്റ് വരുന്നത് റോയൽ ബ്ലൂ ഷെയ്ഡിൽ നമ്മൾ സെയിം 3 പാനലിൽ ചെയ്തിട്ടുള്ള ഒരു സൽവാർ സെറ്റ് ആണ്. മെയിൻ ആയിട്ട് സ്ലീവിലാണ് വർക്ക് വരുന്നത്. ഷോളിന്റെ ഫോർ സൈഡും സീക്വൻസ് വർക്ക് വരുന്നുണ്ട്. നെക്സ്റ്റ് വരുന്നത് ടീൽ ബ്ലൂ ഷെയ്ഡിൽ നമ്മൾ ചെയ്തിട്ടുള്ള ഒരു സൽവാർ സെറ്റ് ആണ്. 3 പാനലിൽ തന്നെയാണ് നമ്മൾ ഈ ഒരു സൽവാർ സെറ്റും ചെയ്തിട്ടുള്ളത്. സ്പ്രെഡിങ് വർക്ക്സ് ഒക്കെ ബോഡി പോർഷനിൽ വരുന്നുണ്ട്. മെയിൻ ആയിട്ട് ഇതിന്റെ സ്ലീവിൽ നമ്മൾ ഇതേപോലത്തെ ഒരു ബൂട്ട വർക്കിന്റെ ഡീറ്റെയിലിംഗ് ആണ് കൊടുത്തിട്ടുള്ളത്. കുറച്ച് ഹെവി ആയിട്ടുള്ള ഒരു വർക്കാണ്. അതേപോലെ നെക്കിലും ചെറിയൊരു വർക്ക് വരുന്നുണ്ട്. ഇതിന്റെ ദുപ്പട്ട നോക്കുകയാണെങ്കിൽ ഫോർ സൈഡ് ഇതേപോലെ കഡ്ദാനിന്റെ ലൈൻസ് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. അതേപോലെ സ്പ്രെഡിങ്സും വരുന്നുണ്ട്. ഇതാണ് ഓവറോൾ ലുക്ക് ഇങ്ങനെയാണ് വരുന്നത്. നെക്സ്റ്റ് നമ്മൾ ബ്ലൂ ഷെയ്ഡിൽ തന്നെ ചെയ്തിട്ടുള്ള ഒരു പാർട്ടി വെയർ സെറ്റ് തന്നെയാണ്. 3 പാനലിൽ നമ്മൾ സീക്വൻസിന്റെ ഒരു ലൈൻ ഡീറ്റെയിലിംഗ് ആഡ് ചെയ്തിട്ടുണ്ട്. സ്ലീവ്സിൽ കുറച്ച് ഹെവി ആയിട്ടുള്ള വർക്കാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. കോൺട്രാസ്റ്റ് കളേഴ്സ് ഒക്കെ യൂസ് ചെയ്തിട്ട് നമ്മൾ സ്ലീവ്സിൽ കുറച്ച് ഹെവി ആയിട്ടുള്ള ഒരു വർക്കാണ് ചെയ്തിട്ടുള്ളത്. ഇതേപോലെ തന്നെ ദുപ്പട്ട നോക്കുകയാണെങ്കിൽ ദുപ്പട്ടന്റെ 2 കോർണേഴ്സിൽ നമ്മൾ ഈ ഒരു ഹെവി വർക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. വൺ സൈഡേ ഇതിൽ വർക്ക് വരുന്നുള്ളൂ. വൺ സൈഡ് ഫുള്ള് നമ്മൾ സീക്വൻസിന്റെ ലൈൻസ് കൊടുത്തിട്ട് ഇതേപോലെ സീക്വൻസിന്റെ ലൈൻസ് ആ കൊടുത്തിട്ടുള്ളത്. നെക്സ്റ്റ് നമ്മൾ ഓർഗാൻസ മെറ്റീരിയലിൽ ചെയ്തിട്ടുള്ള ഒരു പാർട്ടി വെയർ സെറ്റ് ആണ്. ഇത് നമ്മൾ 3 പാനൽ കട്ടിൽ തന്നെയാണ്. കുറച്ച് ഫ്ലെയർ ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. നെക്കിൽ ഇതേപോലത്തെ വർക്ക് ഡീറ്റെയിൽസ് ആണ് വരുന്നത്. ഫുള്ളി സ്പ്രെഡിങ്സ് ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ട് നമ്മൾ. സ്ലീവ് കുറച്ച് ഹെവി ആയിട്ടുള്ള വർക്കാണ് ചെയ്തിട്ടുള്ളത്. സ്ലീവ്സിൽ ഇതേപോലെ വർക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. അതേപോലെ ഫുൾ ബോഡി സ്പ്രെഡിങ്സും വരുന്നുണ്ട്. ഷോളിന്റെ ഫോർ സൈഡ് നമ്മൾ സീക്വൻസിന്റെ ലൈൻസ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് വരുന്നത് ഒരു മസ്റ്റാർഡ് യെല്ലോ ഷെയ്ഡിൽ വരുന്ന ഒരു പാർട്ടി വെയർ സെറ്റ് ആണ്. ഇത് നമ്മൾ കുറച്ച് ഹെവി ആയിട്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. 3 പാനൽ കട്ടിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ബോഡിയിൽ ഫുൾ ഇതേപോലത്തെ ബൂട്ട വർക്ക്സ് നമ്മൾ സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. നെക്കിലാണെങ്കിലും സീക്വൻസിന്റെ ഒരു വർക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. സ്ലീവ്സിൽ നമ്മൾ ഇതേപോലത്തെ കുറച്ച് ബൂട്ട വർക്ക്സ് ആണ് സ്ലീവിൽ ഹൈലൈറ്റ് ആയിട്ട് കൊടുത്തിട്ടുള്ളത്. കുറച്ച് ഹെവി ആയിട്ടുള്ള വർക്കാണ്. അതേപോലെ സ്ലീവിന്റെ എൻഡിങ്ങിൽ നമ്മൾ സ്കാലോപ്പ് ആഡ് ചെയ്തിട്ടുണ്ട്. സ്കാലോപ്പ് നമ്മൾ ചെയ്തിട്ടുള്ളത് ഒരു കോൺട്രാസ്റ്റ് കളറിൽ വരുന്ന സീക്വൻസ് യൂസ് ചെയ്തിട്ടാണ് സ്കാലപ്പ് ചെയ്തിട്ടുള്ളത്. ഇതിന്റെ ദുപ്പട്ട നോക്കുകയാണെങ്കിലും നമ്മൾ അത്യാവശ്യം ഹെവി ആയിട്ട് തന്നെയാണ് ദുപ്പട്ട ഡീറ്റെയിലിംഗ് ചെയ്തിട്ടുള്ളത്. വൺ സൈഡാണ് ഇതിൽ ദുപ്പട്ടയിൽ വർക്ക് വരുന്നത്. വൺ സൈഡ് ഫുൾ ഇതേപോലെ സീക്വൻസിന്റെയും ബീഡ്സിന്റെയും ലൈൻസ് വന്നിട്ട് അതിന്റെ കോർണർ പോർഷനിൽ നമ്മൾ കുറച്ച് ഹെവി ആയിട്ടുള്ള ഒരു വർക്ക് ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട്. ഫുൾ ഇതേപോലെ സീക്വൻസിന്റെ ലൈൻസ് ആണ് വരുന്നത്. അതേപോലെ ചെറിയ ബൂട്ട ഇടയിൽ വരുന്നുണ്ട്. ഫുള്ളി നമ്മൾ ഷോള് ഈ ഒരു രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. നെക്സ്റ്റ് നമ്മൾ ചന്തേരി ചെക്സിൽ ചെയ്തിട്ടുള്ള ഒരു സൽവാർ സെറ്റ് ആണ്. കാഷ്വൽ ആയിട്ടും പാർട്ടി വെയർ ആയിട്ടും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇതിൽ പിൻടെക്സിന്റെ ഡീറ്റെയിലിംഗ് ആണ് ഫ്രണ്ട് പോർഷനിൽ നമ്മൾ ആഡ് ചെയ്തിട്ടുള്ളത്. അതേപോലെ ലേസിന്റെ ഡീറ്റെയിലിങ്സ് നെക്കിലും നമ്മൾ കൊടുത്തിട്ടുണ്ട്. ആ ഒരു സെയിം പോലെ തന്നെ നമ്മൾ ഇതിന്റെ സ്ലീവിലും ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ബാക്കിൽ നോക്കുകയാണെങ്കിൽ ഇതേപോലെ ഒരു ബോക്സ് പ്ലീറ്റിന്റെ ഒരു ഡീറ്റെയിലിംഗ് ആണ് ബാക്കിൽ കൊടുത്തിട്ടുള്ളത്. പിന്നെ നമ്മൾ ഇതിന്റെ ഷോള് നോക്കുകയാണെങ്കിൽ ഷോളിൽ നമ്മൾ സ്കാലോപ്പിന്റെ വർക്ക് കൊടുത്തിട്ടുണ്ട്. ചെറിയൊരു ഹാൻഡ് വർക്കിന്റെ ഒരു സ്കാലോപ്പ് ഡീറ്റെയിലിംഗ് ഇത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫോർ സൈഡ് ഇതേപോലെ തന്നെ ഒരു സ്കാലോപ്പ് ഡീറ്റെയിലിംഗ് ആണ് വരുന്നത്.